अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। अऊज़ु बिल्लाहि मिनश शैत्वानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। तबारकल्लज़ी जअल फिस समाइ बुरूजन वजअल फीहा सिराजन वक़मरन मुनीरा वहुवल्लज़ी जअलल लैल वन्नहार खिल्फतन लिमन अराद अन यज़्ज़करा औ अराद शुकूरा वइबादुर रहमानिल्लज़ीन यमशून अलल अर्दि हौनन वइज़ा ख़ातबहुमुल जाहिलून क़ालू सलामा वल्लज़ीन यबीतून लिरब्बिहिम सुज्जदन वक़ियामा वल्लज़ीन यक़ूलून रब्बना अस्रिफ अन्ना अज़ाब जहन्नम इन्न अज़ाबहा कान गरामा इन्नहा साअत मुस्तक़र्रन व मुक़ामा वल्लज़ीन इज़ा अनफ़क़ू लम युस्रिफ़ू वलम यक़्तुरू वकान बैन ज़ालिक क़वामा। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलाത്തു വസ്സലാമു അലാ റസൂലിൽ കരീം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ TTQ പരീക്ഷ TTQ ഓൺലൈൻ എക്സാം നടത്തിയതിൻ്റെ പരീക്ഷാഫലം പ്രഖ്യാപനത്തിൻ്റെ ഒരു പരിപാടിയാണ് നമ്മളിന്ന് ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഫലപ്രഖ്യാപനം നടത്തുന്നത് ബഹുമാനപ്പെട്ട നൗഷാദ് മദനി കാക്കവയൽ സാറാണ്. അതിന് ആ പരിപാടിയുടെ ഉദ്ഘാടനം പ്രസംഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സംബന്ധിക്കുന്നത് ഡോക്ടർ അബ്ദുള്ള കാവിൽ അബ്ദുള്ള സാഹിബാണ്. പിന്നെ അവർ രണ്ടുപേരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അതേപോലെ ഈ എക്സാമിൽ പങ്കെടുത്ത എല്ലാ പ്രതിനിധികൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇത് കേൾക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും TTQൻ്റെ കൊടിയത്തൂരിൻ്റെ പേരിലും സ്വാഗതം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് യാസ്ർ സാറിനെ ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹ ബഹുമാനമുള്ള TTQ പഠിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് 2024-25 വർഷത്തെ TTQ ഓൺലൈൻ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ അതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ പ്രഖ്യാപനത്തിലാണ് ഉള്ളത്. ഇവിടെ ലഭിക്കുന്ന റാങ്കിനേക്കാൾ ഉപരിയായി നാളെ നാഥൻ്റെ അടുത്ത് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളാണ് ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നാം ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കുറച്ച് പേര് ജയിക്കും, തോൽക്കും. അതിലൊക്കെ ഉപരിയായിട്ട് നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉന്നത സ്ഥാനം ലഭിക്കുക എന്നതാണ്
ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും പറയാറും ഓർമ്മപ്പെടുത്താറുമുള്ളത്. അതനുസരിച്ച് അൽഹംദുലില്ലാ നമ്മുടെ പഠിതാക്കൾ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം പഠിക്കുകയും അതിൻ്റെ പാരായണ തജ്വീദ് നിയമങ്ങൾ അത് പരമാവധി നന്നാക്കി പാരായണം ചെയ്യുക എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് അവർ പ്രവർത്തനത്തെ ക്രമീകരിച്ചിരിക്കുകയുമാണ്. അൽഹംദുലില്ലാ. ഇപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പഠനം കഴിഞ്ഞത് നിർത്താതെ ഒരു സൂറത്ത് ആഴ്ചയിൽ ഒരു ദിവസം പഠിതാക്കളെല്ലാവരും കൂടി ഇരുന്ന് അതിൻ്റെ അർത്ഥ ആശയ തലങ്ങളിലൂടെ കൃത്യമായ പാരായണം നിർവഹിച്ചുകൊണ്ട് പഠനം നടത്തുകയാണ്. അൽഹംദുലില്ലാ. ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളെ നാം ഓർക്കുകയാണ്. ആദ്യമായിട്ട് ഓർക്കുന്നത് അബൂബക്കർ സാഹിബ് തന്നെയാണ്. നമുക്ക് സ്വാഗതം പറഞ്ഞ അബൂബക്കർ സാഹിബ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ പരാമർശിക്കപ്പെടേണ്ട മറ്റൊരു പേരാണ് നൗഷാദ് ഉസ്താദ്. നമുക്കറിയാം, ഈ ഒരു TTQ പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു പഠന പദ്ധതിയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന നൗഷാദ് ഉസ്താദ്. അതുപോലെ ഒരുപാട് പേരുണ്ട്. ഇത് പഠിതാക്കളായിട്ട് ഈ ഒരു ഇതിലേക്ക് വന്ന ജാഫർ ഉസ്താദ്, ഷാനവാസ് ഉസ്താദ്, റഫീഖ് ഉസ്താദ്, റസുലുക്കാക്ക, അങ്ങനെ ഒരുപാട് പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതേപോലെ സ്ത്രീകളിൽ കൊടിയത്തൂരിലെ മുഴുവൻ ഫസ്റ്റ് ബാച്ച് ആയാലും അവിടുന്ന് തുടർന്ന് വരുന്ന ഒരുപാട് ബാച്ചുകളിൽ ഒരുപാട് പേര്, അവരൊക്കെ ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല, ഒരുപാട് പേര് എല്ലാവരും ആ ഒരു TTQ കൊടിയത്തൂരിലെ ആ ഒരു പഠന സംരംഭമാണ് ഇന്ന് ഓൺലൈനായിട്ടും അതുപോലെ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യുന്നതിനും അതിനൊക്കെ പ്രത്യേക ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കി അതിൻ്റെ കൃത്യമായ രീതിയിൽ ആഴ്ചയിൽ പഠിക്കേണ്ട ഭാഗങ്ങളെ കൊടുത്തൊക്കെ ഏറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരുപാട് പേരിൽ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഒരുപാട് പേര് ഈ ഒരു പഠന സംരംഭത്തിൻ്റെ ഭാഗമാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഇങ്ങനൊരു അവസരം ലഭിക്കുകയും ഒരുപാട് ആളുകളിലേക്ക് വിശുദ്ധ ഖുർആൻ എത്തിക്കാൻ സാധിക്കുക എന്നതൊക്കെ കൊടിയത്തൂരിലെ, പ്രത്യേകിച്ച് അബൂക്കാക്കിൻ്റെയും കൊടിയത്തൂരിലെ മുഴുവൻ പഠിതാക്കളുടെയും ഒരു ശ്രമം തന്നെയാണ്. നമ്മളൊക്കെ പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളൂ. അവരുടെ ശ്രമത്തെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ കഴിയില്ല. അത്രയും ഹാർഡ് വർക്കാണ് അവിടുത്തെ ഓരോ പഠിതാക്കളും. അതിലേറ്റവും കൂടുതലുള്ളത് പെണ്ണുങ്ങളാണ്. പേര് പറയുമ്പോൾ ഒരുപാട് പേരുകൾ പറയാനുണ്ട്. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും പഠിതാക്കളെയും ഞാൻ ഓർക്കുകയാണ്. അൽഹംദുലില്ലാ റബ്ബിൽ അള്ളാഹുവിനെ എപ്പോഴും സ്തുതിക്കുകയാണ് ഇങ്ങനൊരു അവസരം കിട്ടിയതിനും, അതേപോലെ ഈ ഒരു പഠന സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതൊക്കെ എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും പറയുന്ന ഒരു ആയത്താണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുസമ്മിലിലെ ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന് തർത്തീല എന്ന് പറയും. ഖുർആന് നമസ്കാരമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് അതിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ് ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന് തർത്തീല. നിങ്ങൾ ഖുർആൻ അധികരിപ്പിച്ചോളൂ, പക്ഷെ അവിടെ എന്ത് ചെയ്യണം? ഒരു തർത്തീല് വേണം ഖുർആൻ പാരായണത്തിന്. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു നിർദ്ദേശമാണ്. അപ്പോൾ ആ നിർദ്ദേശാനുസരണം മുന്നോട്ട് പോകുക എന്നതാണ് TTQൻ്റെ പ്രഥമമായ പരിഗണന. അപ്പം അതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് അലിഫ് ബ തൊട്ടിട്ട് അതിൻ്റെ നിയമങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് TTQ എന്ന് പറയുന്നത്. 10 വർഷത്തിൻ്റെ മുകളിലായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ TTQൻ്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈന് 3ാമത്തെ ബാച്ച് കഴിഞ്ഞു. അൽഹംദുലില്ലാ 4ാമത്തെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ പാരായണ പഠനത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാണ്. അള്ളാഹുവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ അബ്ദുള്ള കാവിൽ സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം അഥവാ വിശുദ്ധ ഖുർആൻ പഠനം.
അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിൻ്റെ പാരായണ മര്യാദകൾ, അത് മനസ്സിൽ ഉറപ്പിക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള ക്ലാസ്സുകൾ, പരീക്ഷകൾ, ഇതെല്ലാം തികച്ചും പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആൻ പഠനമാണ് ഏറ്റവും നല്ല പ്രവർത്തനം. വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾ, അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ, പഠിക്കുന്നവരാവട്ടെ അതുമായി ഏതൊക്കെ രൂപത്തിൽ ബന്ധപ്പെടുന്നുണ്ടോ അവരൊക്കെ തന്നെയും ജനങ്ങളുടെ കൂട്ടത്തിൽ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാണ് എന്നുള്ളത് ഒരു ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അദ്ദേഹത്തിൽ നിന്ന് വന്ന ഒരു ഹദീസ്, ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഏറ്റവും നല്ലവൻ, ഏറ്റവും പുണ്യം ചെയ്തവൻ എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യവാൻ, ഏറ്റവും നല്ലവൻ, ഏറ്റവും ഗുണം ചെയ്യുന്നവൻ എന്നർത്ഥത്തിൽ. അപ്പോൾ ഈ പ്രവർത്തനം ഒരു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഏതു തരം പ്രവർത്തനമാവട്ടെ, ആ പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെയും ഒരു ഖൈറുൽ അഅ്മാലായി അഥവാ ഏറ്റവും നല്ല പ്രവർത്തനമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുള്ള, അഥവാ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പ്രവർത്തനം, ഖുർആനുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനം ഏറ്റവും പുണ്യകരമായ പ്രവർത്തനമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി അത് നമ്മുടെ ഈ ജീവിതത്തിൽ മാത്രമല്ല, ഈ ജീവിതത്തിൽ ദുന്യവിയായ ചില പ്രയോജനങ്ങൾ അതുകൊണ്ടുണ്ട് എന്ന് നമുക്കറിയാം. ഒരു മനുഷ്യൻ ഏതൊക്കെ രൂപത്തിൽ ജീവിക്കണമോ, എന്തൊക്കെ പറയണമോ, എന്തൊക്കെ ചിന്തിക്കണമോ, അവൻ്റെ സാമൂഹിക ജീവിതം എങ്ങനെ ആയിരിക്കണം, അവൻ്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരിക്കണം, അവൻ്റെ മറ്റു മേഖലകളിലുള്ള അവൻ്റെ വ്യവഹാരങ്ങൾ, ഇടപാടുകൾ, അവൻ്റെ പ്രവൃത്തികൾ, വാക്കുകൾ, ഇതെല്ലാം തന്നെ ഏത് രൂപത്തിലായിരിക്കണമെന്ന് ഒരു മാർഗനിർദ്ദേശം നൽകുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനാണ്. ഇനി അത് അവൻ്റെ മരണത്തിന് ശേഷവും ഉപകരിക്കുമെന്നുള്ളതിനും നമുക്ക് വ്യക്തമായ തെളിവ് നമുക്കറിയാം. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ബാക്കിയാവുന്നത് അവൻ്റെ ഒരു പ്രവർത്തനത്തെക്കുറിച്ച്, ആ അമലിനെക്കുറിച്ച് പറഞ്ഞു. അവൻ ചെയ്ത പ്രവർത്തനം, ആ അമലാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്നത്. അവൻ്റെ കൂടെ പോകുന്നത് അവൻ്റെ അമലാണ്. ആ അമൽ എന്ന് പറയുന്നത് അവൻ തൻ്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവൻ ചെയ്തിട്ടുള്ള അമലാണ്. അത് എന്തെങ്കിലും രൂപത്തിലുള്ള അമലുകളെക്കുറിച്ചല്ല പറയുന്നത്. അമലുൻ സ്വാലിഹാണ്, സൽപ്രവർത്തനമാണ്. ഈ അമലുൻ സ്വാലിഹ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ഒരു പ്രവർത്തനം നന്നാവുന്നതും ചീത്തയാവുന്നതും അത് മനുഷ്യനെ സൃഷ്ടിച്ച, അഥവാ ആ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയ, മനുഷ്യൻ്റെ വാക്കുകൾക്കും പ്രവർത്തികൾക്കുമൊക്കെ രൂപം നൽകിയിട്ടുള്ള, അതിന് നിർദ്ദേശം നൽകിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച രൂപത്തിൽ ചെയ്യുമ്പോഴാണ് അത് അമലുൻ സ്വാലിഹാവുന്നത്. അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം, അതിലേറ്റവും നല്ല പ്രവർത്തനമായി അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുള്ളതോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്ത ഈ പ്രവർത്തനം ദുനിയാവിൽ മാത്രമല്ല നമുക്ക് മരണശേഷവും ഉപകരിക്കുന്നതായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള, നിങ്ങൾ ചെയ്തിട്ടുള്ള ഖുർആൻ പഠനവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതിൻ്റെ പരീക്ഷയും അതൊക്കെ തീർച്ചയായിട്ടും ആ പുണ്യപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അഥവാ നിയ്യത്ത്. ആ നിയ്യത്ത്, നമ്മുടെ നിയ്യത്ത് യഥാർത്ഥത്തിൽ സതുദ്ദേശപരമായിരുന്നു. അത് സംഘടിപ്പിക്കുന്ന സംഘാടകരുടെയും ഉദ്ദേശം സതുദ്ദേശപരമായിരുന്നു. അങ്ങനെയാകുമ്പോൾ ഈ നിയ്യത്ത് നന്നാവുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലവും നന്നാവും എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ടുള്ള സമയം, അതിനുവേണ്ടി നാം ചിലവഴിച്ചിട്ടുള്ള സൗകര്യങ്ങൾ, അതിനുവേണ്ടി നാം ചിലവഴിച്ചിട്ടുള്ള അധ്വാനം, അതിനുവേണ്ടി നാം നീക്കി വച്ചിട്ടുള്ള പണം, ഇതൊക്കെ തന്നെയും ഈ അമലുൻ സ്വാലിഹിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇന്ന് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത, വിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പല ആളുകളും അശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഇൽമ് ഉയർത്തപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അന്ത്യനാളാവുമ്പോൾ ഇൽമ് ഉയർത്തപ്പെടും, അഥവാ അറിവ് ഉയർത്തപ്പെടും എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ രൂപത്തിലുള്ള ഈ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവ്, ഇൽമ്, അത് പഠിക്കാനോ അത് പഠിപ്പിക്കാനോ അഥവാ തഅല്ലുമിനും തഅലീമിനും പറ്റിയ അന്തരീക്ഷം ഈ ദുനിയാവിൽ ഇല്ലാതെയാവും. ജനങ്ങളെല്ലാം വിവിധ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവും. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ചെറുപ്പക്കാർ അവരുടെ സോഷ്യൽ മീഡിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. മുതിർന്ന ആളുകൾ അവർ മറ്റ് വ്യാപാരങ്ങളിലുമായിരിക്കും. ഇങ്ങനെ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്ന പലവിധ സംവിധാനങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരങ്ങൾ ഈ ദുനിയാവിൽ നിന്നും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത് നാമാണ്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം ആദ്യ കാലഘട്ടത്തിൽ നമുക്കറിയുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു. പിന്നീട് വന്ന സ്വഹാബാക്കൾ, പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, ഈ പ്രവാചകന്മാരുടെ അനന്തരഗാമികളായി അഥവാ അനന്തരാവകാശികളായി വരുന്നത് പണ്ഡിതന്മാരാണെന്ന്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ്റെ പഠനവും അതുപോലെ അത് പഠിപ്പിക്കലും അതിന് പണ്ഡിതന്മാർ മുന്നോട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഒരു ഉദ്ദേശ ശുദ്ധിയോടുകൂടിയാണ് സൗത്ത് കൊടിയത്തൂരിലെ ഏതാനും ചെറുപ്പക്കാർ, ഏതാനും സ്ത്രീകൾ, അതുപോലെ കുട്ടികൾ, ഒരു യുവാക്കൾ, ഇവരൊക്കെ കൂടി ഒരു പഠനവേദിക്ക് രൂപം നൽകിയതും അതും ഇന്നും വളരെ മനോഹരമായി വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നതും അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഭാഗ്യം നിങ്ങൾ രണ്ടർത്ഥത്തിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടത്. ഒന്ന്, ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്, ഇത് എനിക്ക് വ്യക്തിപരമായി ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന ഒരു സ്വാലിഹ അമലാണ് എന്നുള്ള അർത്ഥത്തിലും ഇത് നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ അവസരം യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന പാരായണത്തിൻ്റെയും പാരായണ മര്യാദയുടെയും നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള, കേരളത്തിൽ മാത്രമല്ല വിദേശത്തും അംഗീകാരം ലഭിച്ചിട്ടുള്ള നൗഷാദ് കാക്കവയലിൻ്റെ ശിക്ഷണത്തിൽ വളരാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പൃക്കായ, നമ്മുടെ മനസ്സിൽ തറക്കുന്ന രൂപത്തിലുള്ള പാരായണവും അതിൻ്റെ വിശദമായ വിവരണങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. അതിലൂടെ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലും, ആ കുടുംബം നന്നാവുന്നതോടുകൂടി ആ സമൂഹത്തിലും രാജ്യത്തും ഉപകാരമുള്ള ഒരു സൽക്കർമ്മമായിട്ടത് മാറും എന്നുള്ളതിന് സംശയമില്ല.
നമ്മൾ മരണശേഷവും ഈ ഖുർആൻ നമുക്ക് ഉപകരിക്കും. മാത്രമല്ല മരണശേഷം നമ്മളുടെ കൂടെ ഉണ്ടാവുന്ന അമല് ഈ ഖുർആനുമായി ബന്ധപ്പെട്ട അമലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഖുർആൻ ഒരു ഷഫീ ആയിട്ട് അന്ത്യനാളിൽ നമുക്കൊരു ശുപാർശകനായിട്ട് വരും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ, അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ, അത് സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളരെ വിജയകരമായ, പുണ്യകരമായ, എല്ലാ അർത്ഥത്തിലും വളരെയധികം പ്രയോജനം നൽകുന്ന ഒരു സൽക്കർമ്മമാണ് എന്നുള്ളതിൽ സംശയമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ ചിന്തിക്കാനുള്ളത്, ലോകത്ത് ജനങ്ങൾ വിവിധ വഴികളിലേക്ക് തിരിഞ്ഞു പോകട്ടെ, എങ്ങനെ വന്നാലും ശരി, വിശുദ്ധ ഖുർആൻ ഹുദയാണ്, സന്മാർഗമാണ്. വിശുദ്ധ ഖുർആൻ ഒരു പ്രകാശമാണ്, നൂറാണ്. വിശുദ്ധ ഖുർആൻ ഒരു ഹിദായത്താണ്, റഹ്മത്താണ്. ഇങ്ങനെ പല അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പ്രകാശം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കുണ്ടാവുന്നു. ഈ പ്രകാശം എൻ്റെ കുടുംബത്തിലുണ്ടാവുന്നു. ഈ പ്രകാശം എൻ്റെ കുടുംബത്തിൽ നിന്നും അത് സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു. സമൂഹത്തിൽ നിന്നും അത് രാജ്യത്തേക്കും ലോകത്തേക്കും വ്യാപിക്കുന്നു. അത് നൂറുൻ അലാ നൂർ, പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായി അത് മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഖുർആൻ പഠിക്കുന്നവൻ ഏറ്റവും നല്ല വെളിച്ചം നൽകുന്നവരാണ്, ഏറ്റവും നല്ല ഒരു മനുഷ്യനായി മാറുകയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. ഈ പ്രകാശത്തെ പരത്തേണ്ടത്, ലോകത്ത് മുഴുവൻ പരത്തേണ്ടത്, അത് ആ പ്രകാശം കൊണ്ടു നടക്കേണ്ടത്, അത് ലോകത്തിന് വെളിച്ചമായി നൽകേണ്ട പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തമാണ്. പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഖുർആൻ പഠിച്ച ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് ഈ പറയുന്നത്. പക്ഷേ ഖുർആൻ പഠിച്ച് വളർന്ന ആളുകളെയാണല്ലോ നമ്മൾ പണ്ഡിതന്മാരെന്ന് വിളിക്കുന്നത്. അവർ തീർച്ചയായിട്ടും അവരുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പരീക്ഷ, ഇത് മനസ്സിൽ തറക്കുന്നതിന് വേണ്ടി, നമ്മുടെ ആഴത്തിൽ ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പരീക്ഷാ സംവിധാനവും ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനം നിങ്ങളുടെ സൗത്ത് കൊടിയത്തൂരിലെ ചെറുപ്പക്കാർ വളരെ മനോഹരമായി അത് സംഘടിപ്പിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം മറ്റ് സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അപേക്ഷിച്ച് വെറും ഖുർആൻ ഒരു ക്ലാസ് മാത്രമല്ല, ഖുർആൻ പഠനം മാത്രമല്ല, ആ ഖുർആൻ പഠനം എത്രമാത്രം നമ്മളിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും കൂടി നിങ്ങൾ ഏർപ്പെടുത്തുകയും അതിൽ വിജയികൾക്ക് സമ്മാനം നൽകുകയും ഒക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട സൽക്കർമ്മങ്ങളുടെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽക്കർമ്മം സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള, നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സംവിധാനം ഈ സൗത്ത് കൊടിയത്തൂരിൽ മാത്രമല്ല, അത് മൊത്തം എല്ലാവരിലേക്കും ഈ പ്രകാശം പരക്കുന്ന ഒരു സംവിധാനമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹ അമലായി സ്വീകരിക്കുകയും ഇതിൻ്റെ സൽക്കർമ്മം ഈ ദുനിയാവിലും ആഖിറത്തിലും മരണശേഷവും നമുക്ക് ഉപകരിക്കുന്ന ഒരു സൽക്കർമ്മമായി അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണല്ലോ വിശുദ്ധ ഖുർആനിലുള്ളത്. മനുഷ്യൻ്റെ മനസ്സുകൾക്ക്, ഹൃദയങ്ങൾക്ക് സമാധാനം നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്, അഥവാ അള്ളാഹുവിൻ്റെ സ്മരണയാണ്, ദൈവ സ്മരണയാണ്. ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് മരണസമയത്ത് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ഈ സമാധാനമടഞ്ഞ മനസ്സേ എന്ന് പറയുന്നത് രണ്ടും മുത്മഇന്നത്ത്, ഇത്മഅന്ന, ഈ രണ്ട് പദങ്ങളും ഒരേ രൂപത്തിൽ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മരണസമയത്ത് നമുക്ക് ആശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി മരിക്കണം. ആ വിഭാഗം ആളുകളെക്കുറിച്ചാണല്ലോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, എന്നിട്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവിൻ എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ ഒരു കർമ്മമാണ് ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാക്കുന്ന വിശുദ്ധ ഖുർആൻ പഠനം. അങ്ങനെ മരണശേഷവും നമുക്കൊരു ഷഫീ ആയിട്ട്, നമുക്കൊരു ശുപാർശകനായിട്ട് ഈ വിശുദ്ധ ഖുർആൻ മാറുന്നൊരവസ്ഥയും കൂടി ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഈ അർത്ഥത്തിൽ ഈ
നിങ്ങളുടെ ഈ സംരംഭം, നിങ്ങളുടെ ഈ സംവിധാനം ഒരു വലിയ വിജയകരമായി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇതിൻ്റെ എല്ലാം പൂർണ്ണമായുള്ള പുണ്യകർമ്മം, ഈ പുണ്യം നേടാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എൻ്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവിക വചനമായ ഒരു തരത്തിലുള്ള മാറ്റങ്ങൾക്കും വിധേയമാകാത്ത ലോകത്ത് ഭൂമി എത്ര കാലം ഇനിയും നിലനിൽക്കും അത്ര കാലം നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ, മാസ്മരികതയുള്ള പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ്റെ വഴിയിലൂടെ ആരാണ് സഞ്ചരിക്കാൻ ആഗ്രഹിക്കാത്തവർ? പരിശുദ്ധ ഖുർആൻ്റെ ഓരത്തൂടെ നടക്കാൻ ആഗ്രഹിക്കാത്തവർ ആര്? പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയ സമ്പുഷ്ടതയോടുകൂടി, അർത്ഥബോധ്യത്തോടുകൂടി അത് പാരായണം ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കാത്തവർ? പരിശുദ്ധ ഖുർആൻ്റെ അറബി ഭാഷയുടെ അക്ഷര സ്ഫുടതയോടുകൂടി അത് പാരായണം ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? പരിശുദ്ധ ഖുർആൻ്റെ തജ്വീദ് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബാ കസ്റാബി, സീൻ സുകൂൻ, ബിസ്, മീം കസ്റാമി, ബിസ്മി, ഇസ്മുൽ ജലാലത്തില്ലാഹി, ബിസ്മില്ലാഹി, ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ അഹ്, ലാം ശംസിയ മുദ്അമ ഫീ റാഇൽ മഫ്തൂഹ, അർറഹ്, ഹ സുകൂൻ, അർറഹ്, മീം ഫത്ഹ അലിഫ് മദ് ത്വബഇ ഹർക്കതാൻ, മാ, അർറഹ്മാ, നൂൻ കസ്റാനി, അർറഹ്മാനി, ഹംസത്തു വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ അഹ്, ലാം ശംസിയ മുദ്അമ ഫീ റാഇൽ മഫ്തൂഹ, അർറഹ്, ഹ കസ്റ, യാ മദ് ആരിദ് ലിസ്സുകൂൻ, ജായിസ് ഇസ്നൈൻ അർബഅ ഔ സിത്ത ഹറകാത്ത്, മീം സാക്കിന ഇൻദൽ വഖഫ്, അർ-റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധ ഖുർആൻ തജ്വീദ് നിയമങ്ങളുടെ, തഹജ്ജിയുടെ, ബസ്മലയുടെ മാധുര്യത്തോടുകൂടി ഓതാൻ ആഗ്രഹിക്കാത്തവർ ആരാണ്? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറയാൻ പോകുന്നത് ഒരു യാത്രയെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വർഷം ഞാനും എൻ്റെ ഏതാനും ചില സുഹൃത്തുക്കളും ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ വിശുദ്ധ ഖുർആൻ സ്വല്പം അറിയുന്നവരുണ്ട്, തീരെ അറിയാത്തവരുണ്ട്, കുറച്ച് കൂടുതൽ അറിയുന്നവരുണ്ട്. പക്ഷേ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു യാത്ര.
ആഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂർ വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിനു വേണ്ടി ഞങ്ങൾ ചെലവിട്ടു. ഒരുമിച്ച് ഓൺലൈനിൽ പഠിക്കാൻ തുടങ്ങി. വിശുദ്ധ ഖുർആൻ്റെ തജ്വീദിൻ്റെ അഗാധതയിലേക്ക് ഞങ്ങൾ പോയി. അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലെ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന പോലെ അതിൻ്റെ ഇൻടൊണേഷൻ, സ്വരഭാരവും സ്വരലാഘവും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങളുടെ അർത്ഥങ്ങളും ഗ്രഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെ 1 വർഷം കടന്നു പോയത് എങ്ങനെയെന്നറിയില്ല. ഓരോ ക്ലാസ്സുകളും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇതിലെ ഓരോ പഠിതാവും. ആ 1 വർഷത്തെ അനുഭവങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിലേക്കുള്ള ഒരു തുടക്കമായി തീർന്നു. ഇനി ആ തുടക്കം, ആ പഠിച്ച കാര്യങ്ങൾ ദൃഢപ്പെടുത്തണം, പരിശീലിക്കണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ വിശുദ്ധ ഖുർആൻ്റെ മനോഹാരിത അവതരിപ്പിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന, മനോഹാരിത എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ആശയസമ്പൂർണതയെയും അതിൻ്റെ അക്ഷരസ്ഫുടതയെയും അതിൻ്റെ തജ്വീദ് നിയമങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ട് ഓതിക്കൊണ്ട് നമ്മളെയൊക്കെ ആകർഷിക്കുന്ന ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നൗഷാദ് സാർ കാക്കവയലിൻ്റെ നേതൃത്വത്തിലുള്ള തദ്രീബ് തജ്വീദുൽ ഖുർആൻ്റെ 1 വർഷത്തെ ഓൺലൈൻ പഠനത്തിലെ അനുഭവങ്ങളാണ് ഞാൻ ഈ പങ്കുവച്ച ഏതാനും ചില വാക്കുകൾ. ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. നിഷ്കർഷതയില്ലാത്ത അധ്യാപനത്തിൻ്റെ നിഷ്കർഷതയില്ലാത്ത ക്ലാസുകൾ, വളരെ സൗഹൃദപരമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന അധ്യാപകർ, ക്ലാസുകൾ കഴിഞ്ഞ് ഓരോ വിദ്യാർത്ഥിയെയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പ്രത്യേക കോച്ചിങ് നൽകുന്ന മെൻറ്റർമാർ, ഇങ്ങനൊരു വലിയ സമൂഹം നൗഷാദ് സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു തരത്തിലുള്ള ലാഭേച്ഛയും ആഗ്രഹിക്കാതെ, ഒരു തരത്തിലുള്ള മോണിറ്ററും ബെനിഫിറ്റ്സും ആഗ്രഹിക്കാതെ വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിനും പ്രചരണത്തിനും അത് മനസ്സിലാക്കി കൊടുക്കാൻ പ്രവർത്തിക്കുന്നു എന്നത് വളരെയേറെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അള്ളാഹു അവരുടെ ഈ സൽക്കർമ്മങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ. ആ യാത്രയുടെ ഭാഗമാകാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാനും. ആ യാത്രയുടെ ഓർമ്മകളാണ് ഇനി ശേഷിച്ച കാലത്തേക്ക് ജീവിതത്തെ നയിക്കാനുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ്റെ പരിശീലനത്തിലേക്ക്, തദ്രീബ് തജ്വീദുൽ ഖുർആൻ, തദ്രീബ് എന്നാൽ പരിശീലനമാണ്, പ്രാക്ടീസാണ്. വിശുദ്ധ ഖുർആൻ ഓതി പാരായണം ചെയ്ത് പരിശീലിക്കുക. ആ പരിശീലനത്തിലേക്കുള്ള ഈ പ്രയാണം 1 സെക്കൻഡ് പോലും നമുക്ക് പാഴായി പോകാത്ത, നഷ്ടമാവാത്ത സമയങ്ങളാണ്. അതിൻ്റെ പഠനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്കേവർക്കും ഇനിയും സാധ്യമാകട്ടെ. ഈ സംരംഭത്തിന് സർവ്വവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ ഈ സംരംഭത്തെക്കുറിച്ച് അറിയാത്തവർ, വിശുദ്ധ ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിലേക്ക് വരണമെന്നും ഈ അസുലഭ അവസരം ഉപയോഗപ്പെടുത്തണമെന്നും, വിശുദ്ധ ഖുർആൻ്റെ പഠനത്തിൻ്റെ മേഖലകളിൽ ഞങ്ങളുടെ പഠനം എളുപ്പം ഉള്ള കാര്യത്തിൽ നിന്ന് ബുദ്ധിമുട്ടുള്ളതിലേക്കായിരുന്നു, ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്. അങ്ങനെ തജ്വീദിൻ്റെ നിയമങ്ങളെ തഹജ്ജിയിലൂടെ
വളരെ സരളമായ രീതിയിലൂടെ പഠിച്ചെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഖുർആൻ തജ്വീദിൻ്റെ അഗാധതയിലേക്ക് ഉള്ള ഒരു പ്രയാണത്തിൻ്റെ തുടക്കം വളരെ മധുരമുള്ളതും മനോഹരവും അതുപോലെ തന്നെ മനസ്സിൽ തട്ടിയതുമായിരുന്നു ഈ ഒരു വർഷത്തെ ക്ലാസ്സിൻ്റെ അനുഭവങ്ങൾ. നിങ്ങളെ എല്ലാവരെയും, ഈ ക്ലാസ്സിലെ പഠിച്ച വിദ്യാർത്ഥികളും എല്ലാവരും ഒരു വർഷം അവരുടെ ഒഴിവ് സമയങ്ങളിൽ ഈ പരിശീലനം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിച്ചു. വളരെ റിസൾട്ട് ഓറിയൻറ്റഡായ ഒരു കോച്ചിങ് രീതി. അള്ളാഹു ഈ സംരംഭത്തെ കൂടുതൽ വിജയത്തിലേക്ക് എത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ TTQ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മെഹറുന്നിസ, കോഡൂരിലാണ് താമസം. നമ്മുടെ ഒരു വർഷം പോയതറിഞ്ഞില്ല. തജ്വീദ് ക്ലാസ് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഞാനും 1-2 ക്ലാസ്സിനൊക്കെ ചേർന്നിരുന്നു. പക്ഷേ എനിക്ക് അതിലൊന്നും ഒരു തൃപ്തി വന്നില്ല. അപ്പോൾ ഞാൻ 1-2 ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആവുകയാണ് ചെയ്തത്. പിന്നീടാണ് നൗഷാദ് സാറിൻ്റെ ക്ലാസ്സിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. ഈ ക്ലാസ് എനിക്ക് വേറിട്ട ഒരു അനുഭവമാണ് തന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം മതപഠനം 5ാം ക്ലാസ് മാത്രമേ ഉള്ളൂ. സലഫിയിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് തജ്വീദ് എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ ഉണ്ടായിരുന്നില്ല. ഓൺലൈനായിട്ടാണ് പഠിച്ചതെങ്കിലും ഇവിടെ അക്ഷരം തൊട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതെനിക്ക് വളരെയധികം ഉപകാരപ്രദമായി. എനിക്ക് അക്ഷരം ശരിക്കും ഉച്ചരിക്കാൻ പോലും അറിയില്ലായിരുന്നു. അതുപോലെ നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും അത് സഹിഷ്ണുതയോടുകൂടിയും അവർക്ക് മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളെ ഇവിടെ അധ്യാപകർ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നത് പാഠങ്ങളൊക്കെ. നൗഷാദ് സാറിന് പുറമെ മറ്റു പലരും ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ചും യാസർ സാറ്. ഇവരെല്ലാവരും തന്നെ വളരെ ഉഷാറായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരുടെ ക്ലാസ്. അവർ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച സമയവും അതുപോലെ തന്നെ അധ്വാനവും സ്നേഹവും എല്ലാം അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലാർഹമാകട്ടെ. തെഹജ്ജി മെത്തേഡ് അനുസരിച്ചാണ് അവിടെ ക്ലാസ് എടുത്തിരുന്നത്. ഞാനൊരു തെഹജ്ജി പറയാം. അംസത്ത് വസ്ലിം തസ്കുത്ത് വസ്ലം നബ്ദഉ ബിഹാ ലാം കമരിയ മുദ്ഹറ അൽ ഹാ ഫത്ഹ അലിഫ് മദ് ലാസിം കലിമി മുസ്തഖൽ 6 ഹർക്കാത്ത് ഖാഫ് ശദ്ദ ഫത്ഹ മുഫഖമ അൽ ഹാഖ ആ സുകൂൻ ഇൻദൽ വഖഫ് അൽ ഹാഖ. ഈ രൂപത്തിലായിരുന്നു. ആദ്യമെല്ലാം എനിക്ക് വളരെ പ്രയാസമായിരുന്നു. പിന്നീട് ഇത് കേൾക്കാൻ തന്നെ ഒരു രസമാണ്. ഇങ്ങനെ പഠിച്ചാൽ പിന്നെ തജ്വീദ് നിയമങ്ങളൊക്കെ ഓർക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഇതാണ്, ഈ മെത്തേഡാണ് നല്ലതെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഓൺലൈൻ പഠനമാണെങ്കിലും ഞങ്ങളെ സഹപഠിതാക്കളുമായിട്ട് ഞങ്ങൾ നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ചിലരൊക്കെ ഈ ക്ലാസ് അവസാനിച്ചതിന് ശേഷവും ചിലരൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം ഞങ്ങൾ തുടർ പഠനത്തിന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, മൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഉത്തമൻ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഉത്തമന്മാരിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കോഴിക്കോട് പയ്യാനക്കലിൽ താമസിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്. TTQവിൻ്റെ 2024-25 വർഷത്തെ പഠിതാവാണ്.
അൽഹംദുലില്ലാ വളരെ ഭംഗിയായി തന്നെ ഈ കോഴ്സ് പൂർത്തിയാക്കാനും വളരെ നന്നായി തന്നെ ഇതിൻ്റെ എക്സാം എഴുതുവാനും സാധിച്ചു. അൽഹംദുലില്ലാ. നമ്മുടെ സാധാരണക്കാർക്ക് വളരെ പഠിക്കാൻ പ്രയാസം തോന്നുന്ന തജ്വീദും ഖുർആനിൻ്റെ അക്ഷരങ്ങളുടെ മഖ്റജും അൽഹംദുലില്ലാ ഒരു 80%, ഒരു 90%മെങ്കിലും അൽഹംദുലില്ലാ ഈ കോഴ്സോടുകൂടി ശരിയാക്കാൻ സാധിച്ചു. സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഉള്ള സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ദഹിക്കാവുന്ന രീതിയിൽ ഖുർആൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന TTQവിൻ്റെ അമരക്കാരൻ നൗഷാദ് മദനി പൂനൂരിനും അതോടൊപ്പം ഈ TTQ സംരംഭത്തിൽ അധ്യാപകരായിട്ടുള്ള മുഴുവൻ അധ്യാപകർക്കും അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ, തക്കതായ പ്രതിഫലം നാളെ പരലോകത്ത് വെച്ച് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തത് ഞാൻ ഖുർആനിലെ ചെറിയൊരു ഭാഗം പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലെ ചെറിയ ഒരു ഭാഗം പാരായണം ചെയ്യുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. സദഖല്ലാഹുൽ അദീം. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച തഹജ്ജിയുടെ ഒരു ഭാഗം, ഖുർആനിലെ ചെറിയൊരു ഭാഗം, നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബസ്മലൻ്റെ തഹജ്ജിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബ കസ്റ ബി, സീൻ സുകുൻ ബിസ്, മീം കസ്റ മി, ബിസ്മി, ഇസ്മുൽ ജലാലത്തില്ലാഹി, ബിസ്മില്ലാഹി, همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الراء المفتوحة الراء حاء سكون الرح ميم فتحة ألف مد طبيعي حركتان ما الرحمن نون كسراني الرحمن بسم الله الرحمن همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الراء المفتوحة الراء حاء كسرى ياء مد عارض للسكون جائز 2 أو 4 أو 6 حركات ميم ساكنة عند الوقف الرحيم. بسم الله الرحمن الرحيم. صدق الله العظيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ജുഹൈന, കോഴിക്കോട് ജില്ലയിലെ മുക്കം സ്വദേശിയാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഓൺലൈൻ ഭാഗമായിക്കൊണ്ട് ഒരു വർഷം കൊണ്ട് ഞാൻ പഠിച്ചെടുത്ത TTQ
തെദ്രീബു തജ്വീദിൽ ഖുർആൻ. അതായത് ഖുർആനെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ഓതാൻ അറിഞ്ഞെന്ന് വരാം. എന്നാലും അതിൻ്റെ ആഴങ്ങളിലേക്കുള്ള ഒരു പഠനം, അതിനൊരു അവസരം നമുക്ക് ഏവർക്കും ഒരു പക്ഷേ കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതണം. ഞാനിത് പറയാൻ കാരണം, ഞാൻ നന്നായിട്ട് ഖുർആന് ഓതുകയും പഠിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് എന്ന ഒരു അറിവോട് കൂടി തന്നെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതും നിന്നിരുന്നതുമെല്ലാം. ഇതിനിടയിൽ യൂട്യൂബിൽ ഒരു ദിവസം നൗഷാദ് മദനി കാക്കവൽ സാറിൻ്റെ ആമന റസൂല് എന്ന ഒരു പാഠഭാഗം കേൾക്കാൻ ഇടയായി. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, ഈ സാറിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ സാറിൻ്റെ ഒരു പഠിതാവ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം. അൽഹംദുലില്ലാ ആ ആഗ്രഹം വേഗം തന്നെ സാധിക്കാനിടയായി. നൗഷാദ് സാറിൻ്റെയും അതുപോലെ തന്നെ യാസിർ സാറിൻ്റെയും അധ്യാപനത്തിൽ അൽഹംദുലില്ലാ TTQ എന്ന ഈ പദ്ധതി, ഇതെന്ന് വെച്ചാൽ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്കുള്ള തജ്വീദ് പഠനം എന്ന് പറയാം. ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു അധ്യായങ്ങൾ, ഈ ഒരു അധ്യാപനത്തിൽ നമ്മൾ പങ്കാളികളാകാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ വെറുതെ വായിച്ച് പോയാൽ പോരാ എന്നത് ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരും, നമുക്കിത് ഏത് പ്രായത്തിലും ഏത് നാട്ടിൽ നിന്നും നാനാഭാഗത്തു നിന്നും നമുക്ക് ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. TTQ പഠനം എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒരു എളിയ സഹോദരി എന്ന നിലയിൽ നിങ്ങൾക്കൊരു നിർദ്ദേശം നൽകുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്താൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഖുർആൻ പഠനത്തിന് എല്ലാവരും ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇതിൻ്റെ ക്ലാസ് ഉണ്ടാവുള്ളൂ, 1 മണിക്കൂർ. എല്ലാവരും ഇതിനൊരു സമയം കണ്ടെത്തണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാ കസ്ര ബി സീൻ സുകൂൻ ബിസ് മീം കസ്ര മി ബിസ്മി ഇസ്മുൽ ജലാലത്തില്ലാഹി ബിസ്മില്ലാഹി ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ശംസിയ മുദ്ഗമ ഫിറാഇൽ മഫ്തൂഹ അർറ ഹ സുകൂൻ അർറഹ് മീം ഫത്ഹ അലിഫ് മദ്ദതു ബി ഹർകതാൻ മാ അർറഹ്മ നൂൻ കസ്റാനി അർറഹ്മാനി ബിസ്മില്ലാഹിർ റഹ്മാനി ഹംസത്തു വസ്ലിൻ തസ്കുത്തു വസ്ലൻ നബ്ദഉ ബിഹാ ലാം ശംസിയ മുദ്ഗമ ഫിറാഇൽ മഫ്തൂഹ അർറ ഹ കസ്റ യാ മദ് ആരിദിൽ സുകൂൻ ജായിസ് 2 أو 4 أو 6 حركات ميم ساكنة عند الوقف الرحيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. TTQ എന്ന അത്യപൂർവ പാഠ്യപദ്ധതിയിലെ 3rd ബാച്ചിലെ ഓൺലൈൻ വിദ്യാർത്ഥിയാണ് ഞാൻ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു നൗഷാദ് കാക്കവൽ ഉസ്താദിൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുള്ളത്. ഞാൻ തൃശ്ശൂരായ കാരണം എനിക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനാൽ എനിക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ കിട്ടി. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്കതിന് അവസരം നൽകി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കൃത്യമായ പഠന രീതിയിലൂടെ ആർക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സും ഈ പാഠ്യപദ്ധതിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
നൗഷാദ് ഉസ്താദിൻ്റെ കീഴിലുള്ള മികച്ച അധ്യാപകരുടെ ക്ലാസുകൾ വളരെയധികം വിലമതിക്കാനാവാത്തതാണ്. അക്ഷരങ്ങളുടെ മഖ്റജും തജ്വീദും തഹജ്ജിയും പഠിപ്പിക്കുന്നതോടൊപ്പം ലൈവായി പാരായണ നിയമങ്ങളും പാരായണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഫ്രണ്ട്ലി ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരുന്നത്. എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള മെൻറ്റേഴ്സിൻ്റെ സേവനവും എടുത്തു പറയേണ്ടതാണ്. ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോഴുള്ള സ്കൂളിലെ അനുഭവം നമുക്ക് ആ ആഴ്ചയിലെ വ്യാഴാഴ്ചത്തെ ക്ലാസ്സുകളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ആരാണോ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നത് അവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്നാണല്ലോ. എൻ്റെ അധ്യാപകർക്കും സഹപാഠികൾക്കും സർവശക്തനായ നാഥൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كافها يا عين صاد. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا يرثني ويرث من آل يعقوب واجعله ربي رضيا يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. كافها يا عين صاد. كافها يا عين صاد. كاف مد لازم حرفي مخفف 6 حركات. حاء مد طبيعي حرفي حركتان. ياء مد طبيعي حرفي حركتان. عين مد لازم اللين حرفي مخفف 6 حركات. صاد مد لازم حرفي مخفف 6 حركات. كاف ها يا عين صاد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدني علما. السلام عليكم ورحمة الله وبركاته. അതിമനോഹരമാണ് ഖുർആനിലെ ഓരോ ആയത്തുകളും അതിൻ്റെ ഉള്ളടക്കങ്ങളും. ദൈവകൽപ്പനയുടെ വ്യാപ്തി മനസ്സിലാക്കുന്നതോടൊപ്പം അതിൻ്റെ പാരായണത്തിൽ ശ്രദ്ധ ചെലുത്തി അതിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഓതിയാലാണ് ഖുർആൻ പാരായണം ചെയ്യുന്നവനും ശ്രോതാവിലും ഹൃദ്യമായ അനുഭവം ഉണ്ടാക്കുന്നത്. തജ്വീദ് എന്ന ഖുർആൻ പാരായണത്തിൻ്റെ നെടുംതൂണ് പാരായണത്തെ ഹൃദ്യമാക്കുന്നതിലും അതിലുപരി ഖുർആനിൻ്റെ ആശയത്തെ വ്യക്തമായി നമ്മിലേക്ക് എത്തിച്ചു തരുന്നതിലും വളരെ പ്രധാനപ്പെട്ട കർമ്മം നിർവഹിക്കുന്നുണ്ട്. അവിടെയാണ് TTHQ പോലെയുള്ള സ്ഥാപനം അതിൻ്റെ മഹത്തരമായ പകരം വെക്കാൻ കഴിയാത്ത സേവനം നിറവേറ്റുന്നതിൽ വിജയിക്കുന്നത്. വളരെ ലളിതമായ രീതിയിൽ ഖുർആനിൻ്റെ പാരായണത്തെ ശ്രോതാക്കളിലേക്ക് അതല്ലെങ്കിൽ പഠിതാക്കളിലേക്ക് എത്തിച്ചു കൊടുത്ത് ഓരോ പഠിതാവിനെയും ഏറ്റവും നന്നായ രീതിയിൽ ഖുർആൻ ഓതാനും അത് പഠിക്കാനും പ്രാപ്തമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. തദ്രീബ് തജ്വീദുൽ ഖുർആൻ കോഴ്സിന് മുന്നേയുള്ള ഖുർആൻ പാരായണവും അതിനുശേഷമുള്ള ഖുർആൻ പാരായണവും രണ്ട് വ്യത്യസ്ത അനുഭവമായിരിക്കും എന്നത് തീർച്ചയാണ്.
അള്ളാഹു നമ്മുടെ ഈ പഠനത്തെ ഇരുലോകത്തും വെളിച്ചമാക്കി മാറ്റട്ടെ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തിൽ ഖുർആനിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, TTQ പഠിതാവെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വളരെ നല്ല അനുഭവമായിരുന്നു TTQയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ക്ലാസ് നടന്നിരുന്നത് വ്യാഴാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷമാണ്. അപ്പോൾ ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വ്യാഴാഴ്ചയും മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം കുട്ടിയൊക്കെ കൊടുക്കും. എന്നിട്ട് വേഗം ക്ലാസ്സിൽ പ്രതീക്ഷിച്ചിട്ട് ആ ടൈം ആകുമ്പോഴേക്കും ഇശാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം ക്ലാസ്സിലിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ ക്ലാസ്സിനിരിക്കുമ്പോൾ എനിക്ക് ഒരു പേടിയാണ്. കാരണം ഈ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത് ഓൺലൈൻ ക്ലാസ് ഒന്നും അത്ര വലിയൊരു ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പ്രത്യേകിച്ച് തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്കെന്തോ ബില ഉന്ന ദിയോന്ന എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാനെന്തോ വേറെന്തൊക്കെ ആക്കിയിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ അത് അത്ര അങ്ങോട്ട് എഫക്റ്റീവ് ആവില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ്സിലിരുന്നത്. എന്തായാലും വേണ്ടിയില്ല. കുറേ കാലമായിട്ട് തജ്വീദിൻ്റെ ക്ലാസ്സിന് പോകണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നൗഷാദ് സാറിൻ്റെ ക്ലാസ്സിൻ്റെ കേൾക്കണം. അപ്പോൾ സാറിൻ്റെ ക്ലാസ് ആകുമ്പോൾ കുറച്ചെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ എന്നുള്ളതിൽ മുഴുവനായിട്ടൊന്നും ചിലപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യലുണ്ടാവില്ല എന്നുള്ള അതിലാണ് ഞാൻ ഒരാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ സത്യത്തിൽ എനിക്കെന്തോ വല്ലാത്തൊരു സന്തോഷമാണ് ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് തന്നെ തോന്നി ഈ ക്ലാസ് ഒരിക്കലും സ്കിപ്പാക്കേണ്ടതില്ല. ഇത് ഞാൻ എല്ലാ ആഴ്ചയും എന്ത് പ്രയാസങ്ങൾ നേരിട്ടാണെങ്കിലും ക്ലാസ്സിൽ എന്തായാലും മുടങ്ങാതെ ഇരിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ എല്ലാ ആഴ്ചയും ക്ലാസ്സിൽ ഇരിക്കാറുണ്ട്. അത്രയും ഒരു അർജൻറ്റ് കേസ് എനിക്ക് വന്നപ്പോൾ 2-3 ആഴ്ച ഞാൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ തന്നെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം അത് സാറിൻ്റെ ആ ക്ലാസ്സിൽ ഇരിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് സാറ് ഫോർവേഡ് ചെയ്ത് തരുന്ന റെക്കോർഡഡ് ക്ലാസ്സുകളും PDF ഒന്നും കണ്ടാണെങ്കിലൊന്നും എനിക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. അത് ആ ഓൺ ദ സ്പോട്ടിൽ ആ ലൈവ് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിനെ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാവണം. എനിക്ക് ഇങ്ങനെ ക്ലാസ് മിസ്സാവണമൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച എന്തൊക്കെ എൻഗേജ്മെൻറ്റ്സ് വന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട്. പിന്നാണെങ്കിൽ ക്ലാസ് എടുക്കുന്നത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുനാഥൻ നൗഷാദ് സാറേനു.
നൗഷാദ് സാറിൻ്റെ ക്ലാസ്സിൻ്റെ ശൈലി ഒന്ന് വേറെ തന്നെയാണ്. കാരണം അത്രയും ലളിതമായ ഒരു ശൈലിയിലാണ് ക്ലാസ് എടുക്കൽ. എത്ര സിമ്പിളായിട്ട് തജ്വീദിൻ്റെ നിയമങ്ങളായാലും തഹജി ആയാലും അതിൻ്റെ മഖ്റജായാലും വളരെ എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വേറൊരു സംശയമില്ല. ആ കാര്യത്തിലൊരു എന്താ പറയുക, വേറൊരു അഭിപ്രായമില്ല. കാരണം അത്രയും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത്രയും നമ്മളെ പഠിപ്പിച്ച് തന്നിക്കണ്. അപ്പോൾ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നലുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത് എൻ്റെ ഉമ്മൻ്റെ സിസ്റ്റർ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എരഞ്ഞിക്കലാണ് സ്ഥലം. അപ്പോൾ ഞാനൊരു പള്ളിയിൽ കയറി. അപ്പോൾ പള്ളി എരഞ്ഞിക്കൽ കുറച്ച് അങ്ങോട്ടാണ്, എനിക്ക് എവിടെയാണെന്നൊന്നും കറക്റ്റ് പറയാനറിയില്ല. അതൊരു സലഫി പള്ളിയാണ്. അപ്പോൾ ആ സലഫി പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു പള്ളിയാണത്. അപ്പോൾ ആ പള്ളിയിൽ ഞാൻ കയറിയപ്പോൾ പള്ളിയിലെ ഇമാമ് കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തണത്. അങ്ങനെ ഒതുണ്ടാക്കി ഞങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഇമാമ് ഓതുന്നത് നമ്മളെ 30-ാം ജുസത്തെ ഏറ്റവും ചെറിയ സൂറത്തുകളാണ് ഓതുന്നത്. അതന്നെ ഓതുന്നത് അയാൾ ഭയങ്കര സ്പീഡിലാണ് ഓതുന്നത്. പക്ഷേ സ്പീഡിലാണെങ്കിലും മഖ്റജിൻ്റെ ഖുർആൻ പാരായണത്തിൻ്റെ യാതൊരു നിയമങ്ങളും പാലിക്കാതെ അയാളങ്ങനെ ഭയങ്കര എന്താ പറയുക, ജെറ്റ് പോണ പോലുള്ള ആ സ്പീഡിൽ അങ്ങോട്ട് ഓതി തീർത്ത്. അപ്പോഴാണ് ആ സന്ദർഭത്തിലാണ് അയാൾ ഓതിയതിൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ കുറച്ചെങ്കിലും നമ്മളെ കാക്കവേൽ സാറിൻ്റെ ക്ലാസ്സിനിരുന്നത് കൊണ്ട് അവിടെ പഠിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് എനിക്ക് അയാൾ ഓതിയിലെ തെറ്റുകൾ എനിക്ക് വേഗം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാത്ത പക്ഷം അയാൾ സ്പീഡിൽ ഓതി എന്നതിലപ്പുറം അയാളുടെ തെറ്റുകൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇമാമ് നിന്ന് കഴിഞ്ഞാൽ ഇമാമിനോ പറ്റുന്ന തെറ്റുകളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളെ തജ്വീദ് ക്ലാസ്സിൽ കുറച്ചെങ്കിലും നമ്മൾ അതിനോട് നീതി പുലർത്തിയത് കൊണ്ടാണ്. പിന്നാണെങ്കിൽ 10 മാസത്തെ ഒരു കാലാവധിയാണ് ഈ ക്ലാസ്സിനുള്ളത്. അതായത് 40 ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ 42, 43 അവസാനമൊക്കെ ആയപ്പോൾ പിന്നെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ വന്ന് അങ്ങനെ നല്ല രീതിയിൽ തന്നെയായിരുന്നു ക്ലാസ് നടത്തിയിരുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ മെൻറ്റേഴ്സൊക്കെ ആയിട്ട് കുറേ ആളുകളുണ്ടായിരുന്നു. ഓരൊക്കെ ഞങ്ങളുടെ സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ അപ്പോൾ തന്നെ നമ്മളെന്തെങ്കിലും സംശയം ഇട്ട് കഴിഞ്ഞാൽ ഓർക്കത് അന്ന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേന്നെങ്കിലും ഞങ്ങൾക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് തന്നിരുന്നു. എക്സാം ഉണ്ടായിരുന്നു അവസാനത്തിൽ. എക്സാമിന് എനിക്ക് കുറച്ചൊരു ഫിസിക്കലി മെൻ്റലൊക്കെ ഞാൻ അൺഹെൽത്തി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും എക്സാം എഴുതിയതോടുകൂടി തന്നെ പിന്നീട് എനിക്ക് ഇങ്ങനെ അതിൽ വന്ന മിസ്റ്റേക്കുകളൊക്കെ ഞാൻ തിരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്തു നിന്നെന്ന മിസ്റ്റേക്കുകളാണ് വന്നതെന്നും ഇനി അതൊക്കെ പിന്നീട് പഠനത്തിലും പിന്നീടുള്ള ഖുർആൻ പാരായണത്തിലും അതൊന്നും വരാതെ നല്ല രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യണം എന്നൊക്കെ എനിക്ക് ആ ഒരു എക്സാം എഴുതിയപ്പോൾ എനിക്ക് നല്ലോണം കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യമായി. അതിൻ്റെ മുൻപ് തന്നെ നമുക്ക് മോഡൽ എക്സാമും സാറ് നടത്തിയിരുന്നു. അപ്പോൾ മോഡൽ എക്സാമിലും നല്ലൊരു എന്താ പറയുക, അതിലുള്ള കാര്യങ്ങളും അതിൽ എക്സാം എഴുതിയപ്പോൾ തന്നെ അതിലും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ തിരുത്തിയപ്പോഴും എനിക്ക് എങ്ങനെ ഒരു എക്സാമിനെ നേരിടണം എന്നുള്ളത് ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എക്സാം ആയപ്പോഴൊക്കെ ഞാനിങ്ങനെ അൺഹെൽത്തി ആയപ്പോൾ പിന്നെ എനിക്ക് അത്ര അങ്ങോട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ കുടുംബ സദസ്സുകളിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ അതിൽ വന്നൊരു പോസ്റ്റർ ഞാൻ എൻ്റെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഫാമിലി ഗ്രൂപ്പിലേക്കല്ല, ഞാൻ മൊത്തത്തിൽ സ്റ്റാറ്റസ് ആക്കി ഇട്ടപ്പോൾ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് കുറേ ആളുകൾ ചോദിച്ചു എപ്പോഴാണ് ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈനായിട്ടാണെങ്കിലും ക്ലാസ് എന്ന് ചോദിക്കുകയും പിന്നെ അതിലേക്ക് ഓർക്ക് ചേരാനൊരു ഇൻസ്പിരേഷന് ഞാനിങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെച്ചത് കൊണ്ടാണെന്ന് എനിക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയും. കാരണം അത്രയും നല്ലൊരു പാരായണ ശൈലിയും അത്രയും നല്ലൊരു ക്ലാസ്സും ആണ് ഇതിൻ്റെ ക്ലാസ് എടുക്കണ സാർ നമുക്ക് എടുത്ത് തന്നിരുന്നത്. അപ്പോൾ അതിനൊക്കെ സാറിന് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് അങ്ങേയറ്റത്തെ പ്രതിഫലം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിരിക്കണല്ലോ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന്. അപ്പോൾ ഖുർആൻ നമ്മൾ തഹജിയും തജ്വീദും റൂൾസും
ഇതൊന്നും അറിയാതെ പാരായണം ചെയ്യുക, അതൊന്നും അറിയാതെ നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പിന്നെ ഡ്രൈവിങ്ങിൻ്റെ റൂൾസൊന്നും അറിയാതെ ബ്രേക്കിൻ്റെതും ആക്സിലേറ്ററും എവിടെയാണോ കൊടുക്കേണ്ടത് എന്നറിയാതെ അങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരാളെ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിലൊന്നും ഒരു കൃത്യതയും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഓതുമ്പോൾ ഖുർആൻ നമ്മൾക്കെതിരെ സാക്ഷി പറയുന്ന ഒരു അവസരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്തിട്ട് ഖുർആൻ്റെ അസ്ഹാബുകളായി തീർന്നുകൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുന്നവരോടൊപ്പം നമ്മളുടെ കുടുംബത്തെയും ആ രൂപത്തിലാക്കാൻ സർവശക്തനായ റബ്ബ് എല്ലാവിധത്തിലും ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയങ്കരനായ TTQ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ TTQ അഥവാ തദ്രീബു തജ്വീദിൽ ഖുർആൻ അതിൻ്റെ 11ാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം അരീക്കോട് മൂർക്കനാട് എന്ന മഹലിൽ പുതുതായി ഒരു ബാച്ച് കൂടെ ആരംഭിച്ചു. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളായി TTQവിൻ്റെ പഠനം 1000ഓളം പഠിതാക്കളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. TTQ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിനെ ആശയതലത്തിൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതോടൊപ്പം അതേപോലെ പ്രധാനമാണ് അല്ലെങ്കിൽ പ്രഥമ പ്രാധാന്യം നൽകപ്പെടേണ്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതിനാൽ അക്ഷരം അതിൻ്റെ അറബിയത്തിൽ നിന്നുകൊണ്ട് തന്നെ മൊഴിയുക എന്നതും അക്ഷരങ്ങൾ തമ്മിൽ ചേർത്ത് വായിക്കപ്പെടുമ്പോൾ പാലിക്കപ്പെടേണ്ട ഹുക്മുകളെല്ലാം നിയമങ്ങളെല്ലാം പാലിക്കപ്പെടുക എന്നതും അതിന് സഹായിക്കുന്ന ഒരു സംരംഭമാണ് പ്രായഭേദമന്യേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പഠിക്കാവുന്ന ഒരു സംരംഭമാണ്. 10 മാസത്തോളം നീണ്ടു നിൽക്കുന്ന, ആഴ്ചയിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ മാത്രം ഇരുന്ന് പഠിക്കുന്ന TTQ എന്ന സംരംഭം. പറഞ്ഞു, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. ഒരു വാർഷിക പരീക്ഷ നടക്കും, സംഗമമാണ്. അൽഹംദുലില്ലാ ഈ ലാസ്റ്റ് ഇയറിലെ വാർഷിക പരീക്ഷയിൽ ആനുവൽ എക്സാമിനേഷനിൽ 1, 2, 3 റാങ്ക് ജേതാക്കളായ ആളുകളുടെ പേരുവിവരങ്ങൾ പ്രഖ്യാപിക്കാനാണ് ഈ സമയം വന്നിരിക്കുന്നത്. അൽഹംദുലില്ലാ എല്ലാവർക്കും, വിജയികൾക്കും പരീക്ഷയിൽ പങ്കെടുത്തവർക്കും ഒക്കെ 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അള്ളാഹു ഹൈർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 1ാം സമ്മാനം, 1ാം റാങ്ക് നേടിയിരിക്കുന്നത് ഒരു വിജയി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് റഷീദ് MP എന്നാണ്. UAE-യിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ 2ാം സ്ഥാനം 3 പേർ പങ്കിട്ടിരിക്കുന്നു. ഒന്ന് പയ്യാനക്കലിലെ സുൽഫിക്കർ അലി MP, മറ്റൊന്ന് ലൈലാബി അളയൂർ, മറ്റൊന്ന് ഷഹനാസ് P. മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് സുഹൈൽ MA UAE-യിലാണ്. രണ്ടാമത് 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് അഹന അസീസ്. അവർ സൗദിയിൽ ദമാമിലാണ്.
ഏതായിരുന്നാലും മുഴുവൻ 3 കഴിവുകാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അള്ളാഹു കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അങ്ങനെ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും വഴിയിൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാനും നമ്മെ എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. റഹ്മീൻ. അഭിനന്ദനങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, ഓൺലൈൻ TTQ തേർഡ് ബാച്ചിൻ്റെ റാങ്ക് പ്രഖ്യാപന സമ്മേളനത്തിലെത്തിയ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം. ഇൻഷാ അല്ലാഹ് നേരിട്ട് തന്നെ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ വളരെ തിരക്കുകൾക്കിടയിൽ നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മോടൊപ്പം ഒത്തുകൂടിയിട്ടുള്ള ഡോക്ടർ അബ്ദുള്ള കാവിൽ സാറിന് TTQവിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത് പറയുമ്പം 3 പേർ ഒരുമിച്ച് തന്നെ പറയാനുണ്ട്. ഒന്ന് അധ്യക്ഷൻ യാസിർ സാറ്, പ്രവാസ ജീവിതത്തിൻ്റെ ആ തിരക്ക്, പ്രവാസിയൊക്കെ അറിയാമല്ലോ എത്രത്തോളം തിരക്ക് പിടിച്ച ജീവിതമാണെന്നുള്ളത്. അതിനിടയ്ക്ക് വിത്ത് ഫാമിലി അവിടെ താമസിക്കുകയാണ്. അതോടുകൂടി തന്നെ ഈ TTQവിൻ്റെ 3 ബാച്ച് പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ച് 4ാമത്തെ ബാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദ്ഘാടകനായ യാസിർ സാർ 1, 2 നമ്മുടെ ഈ റാങ്ക് പ്രഖ്യാപനം നടത്തിയ നമ്മുടെ എല്ലാമായ നൗഷാദ് മദനി കാക്കവൽ സാർ. നൗഷാദ് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയില്ല എന്നല്ല, അവിടെ മുതൽ തുടങ്ങും പരിപാടികൾ. TTQ, ഓൺലി TTQ, IQSR, TTHQ എല്ലാത്തിൻ്റെയും കൂടി അതിലെല്ലാത്തിനും കഴിവിൻ്റെ പരമാവധി അതിൽ പ്രയോജനപ്പെടുത്തി അതിനെ പരിപൂർണ്ണ വിജയത്തിലേക്ക് നയിക്കുന്ന കാക്കവൽ സാർ. 3ാമതായി നമ്മളൊക്കെ അബുക്കാന്ന് വിളിക്കുന്ന അബൂക്കർ സാഹിബ്. അബുക്കാനെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ TTQവിൻ്റെ അനൗൺസ്മെൻറ്റ്, അതായത് കോഴ്സ് അനൗൺസ്മെൻറ്റ് തുടങ്ങിയാൽ അന്ന് മുതൽ തുടങ്ങിയായി അബുക്കാൻ്റെ പണികളും. അതായത് ഇപ്പം നമ്മളെ മെൻറ്റേഴ്സിൻ്റെ പിന്നാലായാലും പഠിതാക്കളുടെ പിന്നാലായാലും ഒക്കെ ഓടി നടന്നിട്ട് അതിനെ പരിപൂർണ്ണ വിജയത്തിലേക്ക് എത്തിച്ചിട്ട് തന്നെ അടങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ആൾക്കാരെയും ഈ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്, TTQവിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും. അടുത്തതായിട്ട് ഇവരെ പേരുകളൊക്കെ പറയുന്ന കൂട്ടത്തിൽ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് വിട്ടുപോകാൻ പറ്റാത്ത 2 ആൾക്കാരും കൂടി എൻ്റെ അറിവിലുണ്ട്. ഒന്ന് ഫസ്ലു സാറ്, നമ്മുടെ TTQവിൻ്റെ ഓൺലൈൻ ബാച്ചിലുള്ള ജെൻസ് ഗ്രൂപ്പിലുള്ള അവർക്കൊക്കെ വളരെ സുപരിചിതനായിരിക്കും. അവരുടെ പിന്നാലെ എപ്പോഴും മറ്റേ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലൊക്കെ തന്നെ ഒരുപാട് സമയം കണ്ടെത്തി കറക്ഷൻ കൊടുക്കാനും ഉപദേശങ്ങൾ കൊടുക്കാനും ഒക്കെ ഉള്ള നല്ല കഴിവുള്ള ആ വ്യക്തിത്വം. രണ്ടാമതായിട്ട് ജാഫർ സാറിന് ഒരു പക്ഷേ ഓൺലൈൻ TTQലുള്ളവർക്ക് എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിൽ വന്നെങ്കിൽ വെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം ഘട്ടങ്ങളിൽ യാത്ര സാറിന് പ്രശ്നമുള്ള സമയത്ത് വരിക എന്നുള്ളതല്ലാണ്ട് എല്ലാ സമയങ്ങളിലൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈൻ TTQക്കാർക്ക് ഒരു പക്ഷേ അത്ര കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓഫ്ലൈൻ ബാച്ചുകൾക്ക് തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന, കഴിവിൻ്റെ പരമാവധി നൽകുന്ന ജാഫർ സാർ. ഇങ്ങനെ ഈ 5 ആൾക്കാരും അവരുടെ നിസ്വാർത്ഥമായിട്ട് അവരുടെ കഴിവിൻ്റെ അവർക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഇതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചെന്ന് തന്നെ പറയാം. അപ്പം ഇങ്ങനെയുള്ള ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്തായിട്ട് നന്ദി പറയാനുള്ളത്, നമ്മുടെ ഇവിടെ ഖിറാഅത്ത് നടത്തിയിട്ടും പിന്നെ അനുഭവങ്ങൾ പങ്കുവെച്ചു ഒക്കെ നമ്മുടെ ഈ നമ്മളോടൊപ്പം ഒത്തുചേർന്നിട്ടുള്ള ഈ ബാച്ചിലെ എല്ലാ പഠിതാക്കൾക്കും TTQവിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കട്ടെ. ഇതിനൊക്കെ പുറമെ ഇതിലൊട്ടും കുറയാതെ തന്നെ നമ്മോടൊപ്പം ഓൺലൈനായിട്ട് ഇപ്പം ഒത്തുചേർന്നിട്ടുള്ള TTQ പഠിതാക്കളും പിന്നെ അതിലെ മെൻറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ പഠിതാക്കളുണ്ടാവും, ഇവരുടെയൊക്കെ ഫാമിലികളുണ്ടാവും. അവരെല്ലാം TTQവിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം, നമ്മുടെ ഈ ഒത്തുചേരലെല്ലാം സ്വലിഹായ അമലായി സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.